ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ലീവ് ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ എഴുന്നേൽക്കാൻ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് ഉണ്ടാക്കാൻ കയറി. ചോറ്, മുട്ട പുഴുങ്ങിയത്, കയ്പ്പയ്ക്കുപ്പേരി, അതുപോലെ തന്നെ ചെറുപയർ ഉപ്പേരി, ഇതായിരുന്നു ഇന്നത്തെ മെനു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. അതിനിടയിൽ നമുക്ക് തുണി ഇടാനുണ്ടായിരുന്നേ. അപ്പോൾ അതുകൂടി വാഷിംഗ് മെഷീനിലിട്ട് ആ പണി തീർത്തങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നേ. 2 ദിവസമായിട്ട് മഴ നല്ലോണം കുറവുണ്ടായിരുന്നു. ഇന്ന് നല്ലപോലെ പെയ്തിട്ടുണ്ടായിരുന്നേ. മഴ കുറവാണെങ്കിലും കാര്യമായിട്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഷൂ വാഷ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് വെച്ചത് ഇനിയും ഉണങ്ങിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. TM ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ എഴുതാൻ വേണ്ടിയിരുന്നു. TV കണ്ടുകൊണ്ടിരുന്ന കേട്ടോ എഴുത്തൊക്കെ. എഴുതിക്കൊണ്ടിരുന്ന ടൈമിലായിരുന്നു അതിൽ വിളിച്ചത്. നമുക്കൊരു ബർത്ത്ഡേ ഷോപ്പിംഗ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ നമ്മൾ H&M പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാറായി. എഴുന്നേറ്റ് കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ബാൽക്കണിയിൽ ഈ ഫ്ലേവർ നല്ല മണമാണ് കേട്ടോ. നമ്മുടെ പിച്ചിപ്പൂവൊക്കെ ഇല്ലേ, മല്ലിപ്പൂ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ സ്മെല്ലാണേ. മഴയൊക്കെ പോയി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഈവനിങ്. അപ്പം നമ്മുടെ കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്ന ചായ കുടിക്കലാണ് മെയിൻ ഹോബി. കോഫിയുടെ കൂടെ സ്നാക്സ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മുറുക്കുണ്ടായിരുന്നേ. പിന്നെ ഈ ബുക്ക് കുറച്ചായി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വൈകുന്നേരത്തെ വേറൊരു പണി. അത്ര പ്ലാന്റ്സ് ഒന്നുമില്ല, ഒരു 5-6 പ്ലാന്റ്സേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കലുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇഷ്ടം. പക്ഷേ ഇവിടെ വേഗം കേട് വന്നു പോകുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് വയ്ക്കുമ്പോഴാണ്. ബാൽക്കണിയിൽ അത്യാവശ്യം വെയിൽ കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ പെട്ടെന്ന് റെഡിയായി നമുക്ക് ജിമ്മിൽ പോകണം. ഫ്ലാറ്റിന് താഴെ തന്നെ ജിമ്മുണ്ട്, അതിലാണ് പോലെ. ജിമ്മിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന്. അവിടെയാണെങ്കിൽ നല്ല സൺലൈറ്റ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വന്ന് ജിമ്മിലെ പരിപാടിയൊക്കെ തീർന്ന് വന്ന സ്ഥിതിക്ക് നമുക്കിനി വേഗം ഫ്രഷ് ആവാം. അത് കഴിയുമ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെക്കാറുണ്ട്. ഡെയിലി ചെയ്യുന്ന പതിവൊന്നുമില്ല. പിന്നെ ഇന്നും ഡെയിലി ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഡിന്നർ കഴിയാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഡിന്നർ പെട്ടെന്ന് കഴിച്ച് തീർത്തു. പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനായി. നമ്മുടെ ഇന്നത്തെ കിച്ചൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നേരെ പോയതൊരു ഫാൻസി ഷോപ്പിലോട്ടാണ്. മെയിനായിട്ട് ഒരു മൂക്കുത്തി വാങ്ങാനുണ്ട്. എനിക്കല്ല, എൻ്റെ സ്കൂളിലൊരു കൊച്ച് എപ്പോഴും ഞാൻ മൂക്കുത്തി ഇങ്ങനെ മാറ്റിയിരുന്ന് കണ്ടിട്ട് അവളിങ്ങനെ വന്ന് ചോദിക്കും. അപ്പോൾ ഒരു ദിവസം അവൾ മൂക്കുത്തിയതായി ഞാൻ ശ്രദ്ധിച്ചേ, പക്ഷെ അവളുടേത് പൊട്ടിപ്പോയത്രേ. അപ്പം ഞാൻ അവൾക്കൊരു മൂക്കുത്തി വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. പോയി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിലിടുന്ന തിരിവുണ്ടല്ലോ, അത് കിട്ടിയില്ല. അപ്പോൾ ഇനി വീണ്ടും പോകണം. വന്നു കഴിഞ്ഞ് കേട്ടറ്റിൻ്റെ എക്സാം വരുന്നുണ്ട്, അതിന് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. പിന്നെ നമ്മുടെ ആ മൂക്കുത്തിയുടെ സ്റ്റഡ് വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ അവിലിസ്തിരി കഴിക്കാനുള്ള മോഹമായിട്ട് മൃണാൾജിയുടെ അടുത്ത് പോയി. പക്ഷെ അവിടെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു കഫേ പോയിട്ട് ഒരു ബ്രൗണിയൊക്കെ കഴിച്ചേ. തിരിച്ചു വന്ന് നമ്മൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് എഴുതാനുണ്ടായിരുന്നു കുറച്ചുകൂടി, അതൊക്കെ എഴുതി തീർത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻസിലൂടെ പറയൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.